എങ്ങനെയാണ് ഈ മന്ത്രി സ്ഥാന ലബ്ധിയെ കാണുന്നത്? അല്ല, മന്ത്രി എന്ന് പറയുന്ന വ്യക്തിപരമായിട്ട് അങ്ങനെ ഒരു സന്തോഷവും ആവേശവും ഒന്നും എനിക്കില്ല. അതിന് കാരണം ഈ മേഖലയിൽ 10-25 വർഷമായിട്ട് ജനപ്രതി എന്ന നിലയ്ക്കും സംഘടനാ പ്രവർത്തനവും ഒക്കെ നടത്തി വരുന്നതുകൊണ്ട് അങ്ങനെ ഒരു മന്ത്രി എന്ന നിലയ്ക്ക് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ആവേശത്തിനും ഒരു സന്തോഷത്തിനും ഞാൻ കാണുന്നില്ല. പക്ഷേ ഇതൊരു ഭാരിച്ച ഉത്തരവാദിത്തമാണ്. കാരണം നമ്മുടെ കേരളത്തിലെ ഏറ്റവും ഒരു അടിസ്ഥാന വിഭാഗമാണല്ലോ ഇവർ. അപ്പോൾ അവരുടെ കാര്യങ്ങൾ നമ്മൾ സ്വാതന്ത്ര്യം ലഭിച്ച് 75 വർഷം കഴിഞ്ഞിട്ടും നമുക്ക് പൊതുവേ ഇവരുടെ കാര്യങ്ങൾ ശാശ്വതമായിട്ട് പരിഹരിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. അപ്പം അങ്ങനെ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ വളരെ സങ്കീർണമായിട്ടുള്ള ഒരു മേഖല തന്നെയാണ്. ഏറ്റവും ആത്മാർത്ഥമായിട്ട് ആ മേഖലയിൽ പ്രവർത്തിക്കണം എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത്. നമ്മൾ പലതരത്തിലുള്ള വികസനങ്ങളൊക്കെ വരുമ്പോഴും ഈ പട്ടികവർഗ്ഗക്കാർ അല്ലെങ്കിൽ ആദിവാസി ജനവിഭാഗങ്ങളുടെ ദുരിതങ്ങൾ നിരന്തരം വാർത്തയാവുകയാണ്. ആ നിലയിലുള്ള ഒരു ഇടപെടൽ, അതിനെ മാറ്റിയെടുക്കാനുള്ള ഇടപെടലല്ലേ ആദ്യമായി തന്നെ കാണുന്നത്? അതെ, അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. നമ്മുടെ ആദിവാസി മേഖലയിൽ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് പ്രയോറിറ്റി തിരിക്കേണ്ട കാര്യമുണ്ട്. അപ്പോൾ പ്രയോറിറ്റി തിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അവരുടെ ക്ഷേമ പദ്ധതികൾ തന്നെയാണ്. ഭക്ഷണം, പാർപ്പിടം, വിദ്യാഭ്യാസം, കുട്ടികളുടെ വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെയാണ് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ അത്തരം കാര്യങ്ങൾക്ക് നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഇത്തരം സങ്കേതങ്ങളിലെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഇപ്പോൾ വീടില്ലാത്ത വിഷയങ്ങളുണ്ട്, ഇപ്പോൾ കുടിവെള്ളമില്ലാത്ത വിഷയമുണ്ട്. ഇപ്പോൾ പലപ്പോഴും കാണുന്നുണ്ട്, ഇപ്പോൾ നമ്മുടെ അസുഖം വന്നാൽ ചുവന്നു കൊണ്ടുപോകുന്നു. അപ്പോൾ അതൊക്കെ റോഡില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ചുവന്നു കൊണ്ടുപോകേണ്ട ഒരു അവസ്ഥ വരുന്നത്. നിരന്തരം നമ്മൾ വാർത്തകളിൽ കാണുന്നുണ്ട്. അപ്പം എല്ലാ പ്രദേശങ്ങളിലേക്കും ഇങ്ങനെ വാഹന സൗകര്യം എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. പിന്നെ അവരുടെ വൈദ്യുതി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ ആരോഗ്യം, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കണം. ആദിവാസി ക്ഷേമസമിതി പ്രസിഡന്റ് കൂടിയാണല്ലോ സംസ്ഥാന തലത്തിൽ. ആ പ്രവർത്തന പരിചയം കൂടി ഇതിൽ ഉപയോഗപ്പെടും. അത് നന്നായിട്ട് ഉപയോഗപ്പെടുത്താൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അതാണ് ഒരു ബലം. ആ നിലയിൽ ആളുകളുടെയൊക്കെ അഭിപ്രായങ്ങൾ സ്ഥിരം കേൾക്കുന്നയാളാണ്. തീർച്ചയായിട്ടും നമ്മുടെ കേരളത്തിലെ വിവിധ ആദിവാസി സംഘടനകളുണ്ട്. അവരുടെ അഭിപ്രായങ്ങൾ എല്ലാം നമ്മൾ മനസ്സിലാക്കുകയും കേൾക്കുകയും ചെയ്തുകൊണ്ട് പഠിച്ച് കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും നല്ലെന്ന് തോന്നുന്നു. വയനാടത്തെ പ്രതിനിധിയാണ്. വയനാട് നിന്ന് ഒരു അംഗം മന്ത്രിസഭയിലേക്ക് എത്തുകയാണ്. അപ്പോൾ വയനാട് എന്ത് തരത്തിലുള്ള നവീകരണം, മാറ്റമൊക്കെയാണ് വേണ്ടത്? ഇപ്പോൾ വയനാട് ജില്ലയിൽ നമ്മൾ ഈ മേഖലയിൽ കുറേ നമ്മൾ പരിഹരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മൾ റോഡിൻ്റെ കാര്യത്തിൽ, വൈദ്യുതി കാര്യത്തിൽ, വെള്ളത്തിൻ്റെ കാര്യത്തിലൊക്കെ നമ്മൾ കുറേ മുന്നോട്ട് പോയിട്ടുണ്ട്. വന്യമൃഗശല്യം രൂക്ഷമായ പ്രദേശം കൂടിയാണ്. അതെ, അതാണ് വയനാടിനെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും സങ്കീർണമായിട്ടുള്ള ഒരു വിഷയമെന്ന് പറയുന്നത്. അപ്പോൾ ഒരു വയനാട് ജില്ല മാത്രം വിചാരിച്ചുകൊണ്ടോ, ഒരു പട്ടികവർഗ വകുപ്പ് മന്ത്രി മാത്രം വിചാരിച്ചത് കൊണ്ടോ, അല്ലെങ്കിൽ കേരള ഗവൺമെൻറ് മാത്രം വിചാരിച്ചത് കൊണ്ടോ ഈ വന്യമൃഗത്തെ പ്രതിരോധിക്കാൻ നമുക്ക് ശാശ്വതമായിട്ട് കഴിയില്ല. അതിന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സഹായവും ചില നിയമനിർമ്മാണങ്ങൾ കൂടി നടത്തിയെങ്കിൽ മാത്രമേ സാധിക്കൂ. നേരിട്ട് അനുഭവിക്കുന്ന ആളെന്ന നിലയ്ക്കുള്ള ഒരു ഇടപെടലുണ്ടാവും. തീർച്ചയായിട്ടും. ഞാനിപ്പോൾ ഫോറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരാളാണ്. എൻ്റെ വീട്ടിലും എൻ്റെ ഫോറസ്റ്റ് ഓഫീസറാണ്. അതെ. അതുകൊണ്ട് ആ കാര്യങ്ങളിൽ അറിയാം. ദിവസം നമ്മൾ വളരെ ചെറുപ്പത്തിലെ വന്യമൃഗങ്ങളെ കണ്ട് വളർന്ന് ജീവിച്ച് വരുന്നത് കൊണ്ട് നമുക്കറിയാം ഇതിൻ്റെ ഒരു സങ്കീർണത. അപ്പോൾ അതുകൊണ്ട് ഈ വന്യമൃഗ ശല്യത്തെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് പരമാവധി പ്രയത്നിക്കണം എന്നുകൂടി ആഗ്രഹിക്കുന്നു. ഈ 3 വകുപ്പുകളായിരുന്നു കേരള മിനിസ്റ്റർ കൊണ്ടായിരുന്നത്. അതിൽ നിന്ന് പട്ടികജാതി പട്ടികവർഗ ക്ഷേമം മാത്രമാണ് കേരളത്തിലേക്ക് എത്തുന്നത്. ബാക്കി 2 വകുപ്പുകൾ 2 മന്ത്രിമാർക്ക് തന്നു. അതിനെങ്ങനെയാണ് കാണുന്നത്? അത് ഞാനിപ്പോൾ ആദ്യമായിട്ടാണല്ലോ ഒരു മന്ത്രിയാവുന്നത്. അപ്പം ഈ ദേവസ്വവും അതുപോലെ തന്നെ പാർലമെൻറ്റ് കാര്യവും അതൊക്കെ കുറച്ച് ഗഹനമായിട്ട് പഠിച്ച് ചെയ്യേണ്ട ഒരു വകുപ്പ് തന്നെയാണ്. അപ്പോൾ പരിചയസമ്പന്നരായിട്ടുള്ള മന്ത്രിമാർ കൈകാര്യം ചെയ്യുന്നതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതായത് ഇപ്പോൾ പാർലമെൻ്ററി കാര്യമാണെങ്കിൽ MP രാജേഷാണ് പരിചയം. അതെ, പരിചയമുള്ള മന്ത്രിമാരും ഒക്കെ ആ കാര്യങ്ങൾ വകുപ്പ് കൈകാര്യം ചെയ്ത് തന്നെയാണ് ഇതിൻ്റെ ശരി. ഞാൻ ആദ്യമായിട്ട് ഇപ്പോൾ ഈ ഇതിലേക്ക് കടന്നു വരികയാണല്ലോ. അപ്പോൾ തന്നെ ഒരു 3-4 വകുപ്പ് ഒന്നിച്ച് കൈകാര്യം ചെയ്യാനുള്ള ഈ താഴേക്കിടയിൽ നിന്ന് വന്ന ആളാണ്. CPM-ൻ്റെ ബ്രാഞ്ചിൽ നിന്ന് തുടങ്ങുന്നു, പിന്നീട് പടിപടിയായി വളരുന്നു, പഞ്ചായത്ത് അംഗം ആയി വാർഡ് മെമ്പറായി തുടങ്ങിയതാണ്. അപ്പോൾ ആ ഒരു യാത്ര എങ്ങനെയാണ് കാണുന്നത്?
അത് വെച്ചാൽ അതൊരു ഭയങ്കര ഒരു അനുഭവമാണ്. കാരണം ഒരു പഞ്ചായത്ത് മെമ്പറായിട്ടാണ്, പഞ്ചായത്ത് മെമ്പറായി, പഞ്ചായത്ത് പ്രസിഡൻ്റായി, ബ്ലോക്ക് മെമ്പറായി, MLA ആയി, അതിന് ശേഷമാണ് മന്ത്രിയാവുന്നത്. അപ്പം ഒരുപാട് അനുഭവങ്ങൾ ഉണ്ട്. കാരണം ജനങ്ങളുടെ ഒരുപാട് സങ്കീർണതകൾ നേരിട്ട് മനസ്സിലാക്കുകയും അനുഭവിക്കുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയ്ക്ക് പാർട്ടിയുടെ പരിഗണന പാർട്ടി ഒരു നല്ല പരിഗണന തന്നെയാണ് തന്നിട്ടുള്ളത്. കെ രാധാകൃഷ്ണൻ മിനിസ്റ്റർക്ക് ശേഷം വരികയാണ്, അതിനെങ്ങനെയാണ് കാണുന്നത്? അപ്പോൾ കെ രാധാകൃഷ്ണൻ മിനിസ്റ്റർ തുടങ്ങി വെച്ച കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് പരിശോധിച്ച് അത് പിന്തുടർന്ന് മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ബാലേട്ടനും തുടങ്ങി വെച്ചിട്ടുള്ള ഒരു കാര്യങ്ങളുണ്ട്. അതൊക്കെ മനസ്സിലാക്കി തന്നെ കാര്യങ്ങൾ ചെയ്യും. ഏതായാലും സന്തോഷം, അഭിനന്ദനം.